തേങ്ങാക്കൊത്താണ് അതിൻ്റെ ടേസ്റ്റ്. ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ പീസായിട്ടാണ് അതിനെ കൊണ്ടുവന്നത്. അമ്മ അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബീഫിലോട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് കുക്കറി കയറ്റിയിട്ടുണ്ട്. ഒരു 8-9 വിസിലടിച്ചിട്ട് നല്ല മുറ്റം ബീഫാണെന്നാണ് തോന്നുന്നത്. സംഭവം നല്ല വെന്തിരുന്നാലേ കഴിക്കാനായിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നുള്ളൂ. അപ്പോൾ അതോടെ വേവുന്ന സമയത്ത് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തും അരിഞ്ഞെടുത്തിട്ട് പിന്നെ നേരെ ഇപ്പുറത്തെ അടുപ്പിൽ ബീഫും അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പാത്രവും വെച്ചിട്ട് കടുകും പൊട്ടിച്ച് തേങ്ങാക്കൊത്തും വഴിച്ചെടുക്കുന്നുണ്ട്. ആ സമയം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരവും കൂടി ഇടണം. അത് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. അതും കൂടെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്ത് മൂത്തപ്പത്തേക്ക് നമ്മൾ കൊച്ചുള്ളി സവാള കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് കൊച്ചുള്ളിയാണ് ഇട്ടത്. ഞാൻ ഈ ഇറച്ചി ഐറ്റംസൊക്കെ വയ്ക്കുമ്പോഴല്ലേ ഈ കൊച്ചുള്ളി ഇടുമ്പോൾ ഒന്ന് ചതച്ചിടും. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടും. അതിലോട്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടെ അരച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ കുറേ കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടെ മൂപ്പിച്ച് നമ്മുടെ വെന്ത ബീഫിൻ്റെ വെള്ളം കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. നമുക്ക് എത്രത്തോളം രീതിയിൽ അത് റോസ്റ്റ് പരുവത്തിനാകണോ അത്രത്തോളം നമുക്ക് വറ്റിച്ചെടുക്കാം. ശേഷം നമ്മുടെ വെന്ത ബീഫും കൂടി ഇട്ട് കൊടുത്ത് കുറേ കൂടെ കുരുമുളക് പൊടിയും കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സംഭവം സൂപ്പറായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എത്രത്തോളം വരട്ടിയെടുക്കണോ അത്രത്തോളം ആ ഒരു പരുവത്തിലാക്കി കൊണ്ടുവരാം. കുറച്ച് മല്ലിയിലയും ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറായണം. എൻ്റെ അമ്മോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഈ ബീഫിൻ്റെ പീസിനേക്കാൾ തേങ്ങാക്കൊത്ത് മാത്രം കഴിക്കാൻ കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറയുന്നത്.